മലപ്പുറം ഹോമിയോ DMO ഡോക്ടർ അന്ന യാസിമിന് സർക്കാരിന്റെ താക്കീത്. സർക്കാർ വിമർശനത്തിന് കൈയടിച്ചു എന്ന് പറഞ്ഞായിരുന്നു നടപടി. 2023 ജൂണിൽ കലക്ട്രേറ്റിൽ നടന്ന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിലാണ് സംഭവം. സർക്കാരിന്റെ വിമർശനമാണ് എന്നറിയാതെ എല്ലാവരും കൈയടിച്ചപ്പോൾ ഒപ്പം കൈയടിച്ചത് എന്നാണ് DMOയുടെ വിശദീകരണം. യൂനസ് അഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. യൂനസ്, കൈയടിച്ചതിന് നടപടി എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇതെന്താണ് ശരിക്കും സംഭവം? അജി, 2023 ജൂൺ 3-നാണ് മലപ്പുറം കലക്ട്രേറ്റിൽ ഒരു യോഗം നടക്കുന്നത്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം ജനപ്രതിനിധികളുടെയും യോഗമാണ്. ആ യോഗത്തിൽ വെച്ച് ജനപ്രതിനിധിയായ ഒരു വ്യക്തി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിനെതിരെയും സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയും രൂക്ഷമായ വിമർശനം ഉയർത്തി. ആ സാഹചര്യത്തിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കൈയടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം ഈ DMOയും അതോടൊപ്പം ഡോക്ടർ DMOയും കൈയടിച്ചു. അതിന് പിന്നാലെയാണ് ഈ ഒരു അച്ചടക്ക നടപടി എന്നോണം ആരോഗ്യവകുപ്പ് ഇവർക്കെതിരെ അച്ചടക്ക നടപടി ആരംഭിച്ചത്. പ്രത്യേകിച്ച് ഹോമിയോ ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ നേരിട്ടെത്തി ഈ DMOയോട് വിശദീകരണം തേടി. ആ വിശദീകരണത്തിൽ DMO പറഞ്ഞത് താൻ അറിഞ്ഞുകൊണ്ടല്ല, ഇതിൽ സർക്കാർ വിമർശനമാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല താൻ കൈയടിച്ചത്, താൻ എല്ലാവരും കൈയടിച്ചപ്പോൾ താൻ കൈയടിച്ചതാണ്. പ്രത്യേകിച്ച് താൻ ഒരു ക്ഷീണിതയാണ്, മണിക്കൂറുകളോളം യാത്ര ചെയ്താണ് ഈ യോഗത്തിനെത്തിയത്. ആ സാഹചര്യത്തിൽ ഇത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എല്ലാവരും കൈയടിച്ചപ്പോൾ ഇത് സർക്കാർ വിമർശനമാണെന്ന് അറിയാതെയാണ് കൈയടിച്ചത് എന്നാണ് അവർ വിശദീകരണം നൽകിയത്. അതോടൊപ്പം ഇന്ന് വരെ സർക്കാർ വിരുദ്ധമായ ഒരു പ്രസ്താവനയോ ഒരു കാര്യമോ താൻ ചെയ്തില്ല എന്നുള്ള കാര്യവും അവർ വിശദീകരണത്തിൽ പറയുന്നുണ്ടായിരുന്നു. ഈ വിശദീകരണം അംഗീകരിക്കുകയും സർക്കാരിൽ നടപടി എടുക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഈ ഡെപ്യൂട്ടി ഡയറക്ടർ, ഹോമിയോ ഡയറക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. പക്ഷേ ആ റിപ്പോർട്ട് പൂർണ്ണമായി സർക്കാർ തള്ളി. ആ റിപ്പോർട്ട് സർക്കാർ അംഗീകരിക്കാൻ തയ്യാറായില്ല. അതോടൊപ്പം സർക്കാർ പറയുന്നത് ശക്തമായ ഒരു നടപടി ഉണ്ടാകുന്നു, ശക്തമായ ഒരു താക്കീതാണ് സർക്കാർ നൽകിയത്, DMOക്ക് നൽകിയത്. ഇത് ആവർത്തിക്കാൻ കഴിയില്ല, ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പും സർക്കാർ നൽകുന്നുണ്ട്. ഇപ്പോഴും DMO യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല. അജി.